നമ്മുടെ ഇടയിൽ നിന്ന് ജെയ്മി വേർപിരിഞ്ഞ് പോകുമ്പോൾ മാനുഷികമായ രീതിയിൽ അത് വലിയ നഷ്ടമാണെങ്കിലും നമുക്ക് 100% എന്ന പോലെ പ്രത്യാശയോടെ ഓർക്കാവുന്നൊരു കാര്യമാണ് മരണശേഷവും ജെയ്മി സ്വർഗത്തിൽ ചെന്ന് ഈ 40 കൊല്ലം ചെയ്ത ശുശ്രൂഷ അതിനേക്കാൾ കുറേ കൂടെ ഭംഗിയായി മഹത്വത്തോടെ ചെയ്യും. മധ്യസ്ഥം വഹിച്ച് അനേകായിരങ്ങളെ 10,000-ങ്ങളെ സഹായിക്കുവാൻ തൽപരനായിരിക്കും എന്ന് നമുക്കറിയാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ലക്ഷോപലക്ഷം പേര് ധ്യാനം കൂടി പോയവർക്ക് വേണ്ടിയും ഇനി വന്ന് ധ്യാനത്തിൽ സംബന്ധിച്ച് ആത്മീയ നവീകരണം പ്രാപിക്കാൻ ഉള്ളവർക്ക് വേണ്ടിയും അനേകായിരം രോഗികൾക്ക് വേണ്ടിയുമെല്ലാം മധ്യസ്ഥം വഹിക്കാൻ സ്വർഗത്തിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് എന്ന് നമുക്ക് പ്രത്യാശിക്കാം, സന്തോഷിക്കാം. അതേസമയം ജെയ്മി ബ്രദറിൻ്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജെയ്മി ബ്രദറിൻ്റെ മരണം ഒരു നഷ്ടമല്ല, ഒരു നേട്ടമായി അവർക്കും നമുക്കും എല്ലാവർക്കും അനുഭവപ്പെടട്ടെ. ഒരു അനുഗ്രഹീതമായ മരണമാണ്. വളരെ നാളായി അദ്ദേഹം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈശോയുടെ അടുക്കിലേക്ക് പോകുവാൻ വേണ്ടി. എപ്പോഴും ജെയ്മിനെ നമ്മൾ കാണുന്നത് ഡിവൈൻ്റെ അൾത്താരയിലും വിശുദ്ധ കുർബാനയുടെ അടുത്തുമാണ്. അത് ജെയ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈശോയുടെ അടുക്കലായിരിക്കുക എന്നത്. ആ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് മരണത്തിലൂടെ സഫലമായി തീർന്നിരിക്കുന്നത്. ജെയ്മിയെക്കുറിച്ച് ഒത്തിരി ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. പോട്ടയിൽ അനുദിന വചന ശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടത്തിൽ ലഘുഭക്ഷണ വിതരണത്തിനായി സജീവമായി പങ്കുചേർന്നുകൊണ്ട് സഹായിക്കുകയും വചനോത്സവ മാസം തുടങ്ങിയ അവസരത്തിൽ അത് പാക്ക് ചെയ്ത് അയക്കുവാൻ വേണ്ടി തൻ്റെ സമയമെല്ലാം ഉപയോഗിക്കുകയും അതുപോലെ തന്നെ പോട്ടയിലെ അനുദിന ശുശ്രൂഷയിൽ പാട്ടുപാടിയും ഇടയ്ക്ക് വചനം നൽകിയും എല്ലാം അദ്ദേഹം പോട്ട ഡിവൈൻ ശുശ്രൂഷയോട് അത്രമാത്രം തൻ്റെ ഹൃദയം ചേർത്ത് വെച്ച വ്യക്തിയായിരുന്നു. ജെയ്മിയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച വ്യക്തിയാണ്. പൂർണ്ണമായി തന്നെ ഈശോയ്ക്ക് കൊടുത്ത വ്യക്തിയാണ്. തൻ്റെ സമയം, ആരോഗ്യം, തൻ്റെ വേദനകൾ, തൻ്റെ രോഗം, തൻ്റെ മക്കൾ, ജീവിത പങ്കാളി എല്ലാം എപ്പോഴും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു വിശുദ്ധമായ ജീവിതം നയിച്ച് ആത്മീയ ജീവിതം നയിക്കുന്നവർക്കെല്ലാം വളരെ ഉന്നതമായ ഒരു മാതൃക നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ്.